ഇതില് വലിയൊരു തട്ടിപ്പ് നടക്കുന്നതെന്ന് വെച്ചെങ്കില് ഇത് എനിക്ക് മാത്രം തോന്നിയതാണോ ഇങ്ങനെയല്ല നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ എന്താണെന്നല്ലേ? ഒരുപാട് സുഹൃത്തുക്കള് എന്നോട് ചോദിച്ചിരുന്നു. ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ എന്തിനാണ് ടെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പിൽ പോകുന്നത് എന്ന്. ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാടൊക്കെയുള്ള കുറച്ച് ഷോപ്പിലൊക്കെ പോയിരുന്നു, അവിടെ കൊട്ടേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തളിപ്പറമ്പിൽ പോയപ്പോൾ പ്രീമിയം ടെയിലാണ്. ഇവിടെ നോക്കിയത് അവിടെ നോക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ്. എൻ്റെ വീട് ഏകദേശം 2000 ചില്ലറ സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതായത് 2200. എനിക്ക് ടെയിൽ വേണ്ടി വന്നത് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ടെയിൽ വേണ്ടി വന്നതിന്. കാസർഗോഡ്, കാഞ്ഞങ്ങാട് അങ്ങനെ ഒരു 5-6 ഷോപ്പിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് കൊട്ടേഷൻ തന്നത് ഒരേ ടൈപ്പ് ക്വാളിറ്റി ഉള്ള ടെയിൽ തന്നെയാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. കാസർഗോഡൊക്കെ പലതിലും തന്നത്, കാസർഗോഡ് ചെറുക്കളൊക്കെ പെട്ടിട്ട് അതിൽ ഞാൻ ഒരു ഷോപ്പിൻ്റെ പേര് പറയുന്നില്ല. ചിലതിൽ 175, 178, 182 ഇങ്ങനെ പല വിധത്തിലാണ് ഇവർ എനിക്ക് അതിൻ്റെ പ്രൈസ് തന്നത്. പിന്നെ ഇതിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നതെന്ന് വെച്ചെങ്കിൽ പല ഷോപ്പിൽ പോയിട്ടാകുമ്പോഴേക്കും നല്ല ലൈറ്റൊക്കെ കളർ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ടെയിൽ കാണുന്നത്. നമുക്കിങ്ങനെ നല്ല ഓപ്പൺ ഏരിയയിൽ ടെയിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല. തളിപ്പറമ്പിൽ പോയപ്പോൾ അതെനിക്കൊരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി. നമുക്കതിൻ്റെ കളർ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് കളർ ലൈറ്റൊന്നുമില്ല, ഇങ്ങനെ വലിയൊരു ഗോഡൗണിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് കളർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് പ്രൊമോഷനൊന്നും ആരും വിചാരിക്കേണ്ട, എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തളിപ്പറമ്പിൽ പോയിട്ട് ടൈലെടുത്തത്. ഞാനെടുത്തതാ വലിയ ടൈലാണ്, അതുപോലെ തന്നെ കിച്ചണിലേക്ക് ചെറുതാണ് എടുത്തത്. അപ്പോൾ ഇപ്പോൾ മുകളിലാണ് വർക്ക് തുടങ്ങിയിട്ടുള്ളത്. മുകളിൽ ബാത്റൂമിൻ്റെത്. ഇതെനിക്ക് ടോട്ടൽ 3 ബാത്റൂമാണുള്ളത്. അപ്പോൾ ഞാൻ മാക്സിമം ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ അപ്പോക്സ് ഒന്നും ഇട്ടിട്ടല്ല ഇടുന്നത്, ജോയിൻ്റാണ് വെക്കുന്നുള്ളത്. അപ്പോൾ ഞാനെടുത്ത ടൈലും ഡിസൈൻ ടു ഡിസൈനാണ് വരുന്നുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം കാണാൻ രസമുണ്ടാവും. അപ്പോക്സ് കിച്ചണിലൊക്കെ ഇടണമെന്നുണ്ട്, ബാക്കിയൊക്കെ അപ്പോക്സ് ഇടാതെയാണ് വെക്കുന്നുള്ളത്. ജസ്റ്റ് ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഒരു ബാത്റൂമിൻ്റെ ഏകദേശം ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഞാൻ 2 ഭിത്തിക്ക് ഒരു കളറും ഹൈലൈറ്റ് ആയിട്ട് ഒരു ഡിസൈനുമാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഫ്ലോറിലൊക്കെ ഉള്ള ടൈല്, ഈ കളറാണ്. ഇത് ഡിസൈൻ ടു ഡിസൈനാണ് വരുന്നുള്ളത്. എൻ്റെയും ബാത്റൂമിന് 3 ഡിഫറെൻറ്റ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 2 ഭിത്തിക്ക് ഒരേ കളറും ഹൈലൈറ്റ് ആയിട്ട് ഒരു കളറും, അങ്ങനെ 3 ബാത്റൂമിനും 3 ടൈപ്പിലുള്ള കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യാത്തതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ സെലക്ട് ചെയ്തതല്ല, ഞാൻ തന്നെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കളറാണ്. ഇവിടെ ഇവർ ഡിസ്പ്ലേക്ക് കുറച്ച് കളറുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരവിടെ നമുക്ക് കാസർഗോഡേക്കൊക്കെ ഇറക്കി തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഏകദേശം വണ്ടിക്ക് എണ്ണ പൈസ കൊടുത്താൽ മതി, അതുപോലെ തന്നെ ഇറക്കുന്ന കൂലി അത് നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറക്കിക്കുമ്പോൾ നല്ല കൂലിയാവും. അതുപോലെ തന്നെ വാടകയാണെങ്കിലും കുറേ വാടക വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഇത് അഡ്ജസ്റ്റ് ആയിട്ട് അവരിവിടെ സൈറ്റിൽ ഇറക്കിയിട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ ബാക്കിയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ട് നമുക്ക് തികഞ്ഞില്ലെങ്കിലോ അതൊക്കെ അവരെത്തിച്ച് തരുന്നുണ്ട്. പറഞ്ഞത് കേരളത്തിൽ മൊത്തം ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഞാനിപ്പോൾ ഒരുപാട് ഷോപ്പിൽ ഇങ്ങനെ പോയിട്ട് ടൈല് നോക്കിയിട്ടുണ്ട്. ഞാൻ പോയ സ്ഥലത്തൊക്കെ ഇതേപോലെ റൂമിൻ്റെ അകത്ത് ഡിസ്പ്ലേക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ടൈല് വെച്ചിട്ടുള്ളത്. അത് മനസ്സിലാകുന്നില്ല അതിൻ്റെ കളർ ഏതാണെന്ന്. ചിലപ്പോൾ അവിടെ നല്ല ഷൈനിങ് കാര്യങ്ങളൊക്കെ കാണും, പുറത്ത് വന്നിട്ടാകുമ്പോൾ അത് അങ്ങനെ ആവില്ല ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ അനുഭവമൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവരുടെ കയ്യിലിപ്പോൾ എല്ലാ സൈസിലുള്ള ടൈലുമുണ്ട്, ഒക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് അവരുടെ കയ്യിലുള്ള ടൈലുകൾ. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും മറ്റു പല സ്ഥലത്ത് ഇതേപോലെ വെച്ചിട്ടുണ്ടാകുമെന്ന്. ഉണ്ടാവാം, പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഷോപ്പ് നിൽക്കുന്നുള്ളത് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ പോകണം, ചൊർക്കള എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ടൈലൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാ ഷോപ്പിലും പോയതിൻ്റെ ശേഷം ഏറ്റവും ലാസ്റ്റ് ഇവിടെ പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തെയും വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അതിൻ്റെ ശേഷം ഇവിടെ പോയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഞാൻ ഇവിടെ പോയത് ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ എന്നോട് ഈ ഒരു ഷോപ്പ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് കാസർഗോഡ് ജില്ലയിലുള്ള പുല്ലൂർ എന്ന സ്ഥലത്തുള്ള മുരളിയേട്ടനാണ്. മുരളിയേട്ടൻ പറഞ്ഞാൽ ഇന്ന സ്ഥലത്താണ് ടൈലെടുത്തത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു ബഡ്ജറ്റൊക്കെ റെഡിയായി കിട്ടിയത് ഇവിടുന്നാണ്.
അപ്പോൾ നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ മാക്സിമം കറക്റ്റ് നോക്കിയിട്ട് ചിലവൊക്കെ ചുരുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ അതിൽ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഇവരുടെ ഷോപ്പ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇതേപോലെ ഒരു ഗോഡൗൺ പോലെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇതിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി ടൈലൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുത്തുതരാം. അപ്പോൾ ഇത് വർക്ക് കഴിയുമ്പോൾ ഞാനിവിടെ നാട്ടിലുണ്ടാവാനുള്ള സാധ്യതയില്ല. അവിടെ ആയിരിക്കും ഒരു 10 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വരണം.